എറണാകുളത്തെ കുമ്പളം നോർത്തിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാതായി. പറവൂർ കടാമംഗലം സ്വദേശി രാധാകൃഷ്ണനെയാണ് കാണാതായത്. കൂടെ ഉണ്ടായിരുന്ന സുരേഷ് നീന്തി രക്ഷപ്പെട്ടു. കാണാതായ ആൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. അതുപോലെ കാക്കനാട് കിണർ ഇടിഞ്ഞു താഴ്ന്നു എന്ന വാർത്തയും വരുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്യാം, ഈ കാണാതായ ആളിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ? ആരെയാണ് കാണാതായത്? രാധാകൃഷ്ണൻ എന്ന് പറയുന്നൊരു മത്സ്യത്തൊഴിലാളിയാണ് കാണാതായത്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കൂടെ ഉണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ ഒഴുക്കും മഴയും ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വിഘാതമാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ തിരച്ചിൽ നിർത്തിവെക്കാനും പുലർച്ചെ ഒഴുക്ക് കുറയുന്നതനുസരിച്ച് തിരച്ചിൽ നടത്താനും തീരുമാനമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ നാശനഷ്ടമാണ് ഇനി ജില്ലയിൽ ഉടനീളം ഉണ്ടായത്. മഴ ഇടയ്ക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷേ വലിയ കാറ്റ്, ആ കാറ്റിൻ്റെ ശക്തിയാണ് നാശനഷ്ടങ്ങളുടെ ആഘാതം കൂട്ടിയത്. ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകുന്നേരം കാക്കനാട് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന കിണർ ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പനങ്ങാട് മറ്റൊരു അപകടത്തിൽ വലിയൊരു കൂറ്റൻ അരയാൽ ക്ഷേത്രത്തിന് മുന്നിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഫോർട്ട് കൊച്ചിയിലും ചെല്ലാനത്തും ഉൾപ്പെടെ കടൽക്ഷോഭവും ശക്തമായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലേക്ക് കൂടുതൽ കടൽ കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മറ്റു മേഖലകളിലെല്ലാം മഴയേക്കാൾ ശക്തമായ കാറ്റാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. നിരവധി വാഹനങ്ങൾക്ക് മുകളിലാണ് വലിയ മരങ്ങൾ ഒടിഞ്ഞു വീണ് അപകടങ്ങളുണ്ടായത്. 5ലധികം വീടുകൾ ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി പൂർണ്ണമായും ഭാഗികമായും തകരുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഴയേക്കാൾ വലിയ കാറ്റിൻ്റെ നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ഉടനീളം ഇന്ന് രേഖപ്പെടുത്തിയത്. ഇന്ന് രാത്രിയും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ ഈ വീടുകളും മറ്റ് സ്ഥലങ്ങളിലും അപകടകരമായ സ്ഥലങ്ങളിലുള്ളവരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെയും എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അംഗനവാടികൾക്കും ഉൾപ്പെടെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.